ശാന്തി. ഞാൻ മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു ചൈതന്യരത്നമാണ്. ഞാൻ ശ്രേഷ്ഠാത്മാവാകുന്നു. ഞാൻ പദുമാപദം ഭാഗ്യശാലിയാണ്. സാധാരണ രൂപത്തിൽ വന്നിരിക്കുന്ന സർവശക്തിവാൻ ബാബയെ അറിഞ്ഞു. ശിവബാബയുടെ കർത്തവ്യത്തെ മനസ്സിലാക്കി. സർവശക്തിവാൻ ബാബയെ അറിഞ്ഞു, മാനിച്ചു. ഇനി എന്താണ് വേണ്ടത്? മുഴുവൻ വിശ്വത്തിലും സർവരിലും ശ്രേഷ്ഠ ഭാഗ്യവാൻ ഞാനാണ്. എന്നെപ്പോലെ ഭാഗ്യശാലി ആരുമില്ല. സ്വപ്നത്തിൽ പോലും ഇല്ലാത്തത് എനിക്ക് പ്രാപ്തിയായി. ബാബയെ കിട്ടി, സർവ്വതും ലഭിച്ചു. സർവ ഖജനാവുകളുടെയും ചാബി ലഭിച്ചു. ഈ സന്തോഷത്തിൽ ഞാൻ സമർത്ഥ സ്വരൂപമാകുന്നു. ഈ പഴയ ലോകത്തോടും ദേഹധാരികളോടും ഞാൻ ഒരിക്കലും ഉള്ളുകൊണ്ട് ഇഷ്ടം വെക്കുന്നില്ല. ഇഷ്ടം വെച്ചു എങ്കിൽ എൻ്റെ ഭാഗ്യം മുറിഞ്ഞു പോകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ സൃഷ്ടി നാടകം പൂർത്തിയാകാൻ പോവുകയാണ്. അതിനാൽ എല്ലാ ആത്മാക്കളും അന്തിമ സമയത്ത് ഹാജരാവണം. സർവരുടെയും പിതാവ് ഇവിടെ ഹാജരായിരിക്കുന്നു. എല്ലാവർക്കും ബാബയുടെ മുന്നിൽ സലാം നൽകാൻ വരിക തന്നെ വേണം. എല്ലാ ധർമ്മത്തിലുള്ള ആത്മാക്കളും മന്മനാഭവ മന്ത്രം സ്വീകരിച്ചു പോകും. ഭാഗ്യഹീനരിൽ നിന്നും ഞാൻ ഭാഗ്യശാലിയായി മാറുന്നു. അതിനാൽ എത്രത്തോളം സാധിക്കുന്നുവോ ഞാൻ പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്ന ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഈ പഴയ ലോകത്തിൽ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനുള്ളിൽ പുരുഷാർത്ഥം ചെയ്ത് എനിക്ക് സർവഗുണസമ്പന്നനായി മാറണം. ഞാൻ ബാബയോടൊപ്പം സേവനത്തിൽ സഹയോഗിയാകുന്നു. മുഴുവൻ ലോകവും പാവനമാകണം. ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. യോഗാഗ്നിയിലൂടെ എൻ്റെ പാപം കൊണ്ട് നിറഞ്ഞ കുടം ഇല്ലാതായിത്തീരുന്നു. ബാബ സദ്ഗതിദാതാവാണ്. ബാബ വന്ന് എല്ലാവർക്കും മുക്തി, ജീവൻ മുക്തി നൽകുന്നു. എല്ലാവരുടെയും കണക്കെടുപ്പിന്റെ സമയമാണ്. ബാബ വന്ന് ആത്മാക്കളെ പാവനമാക്കുന്നു. 63 ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ കുടം ബാബ നശിപ്പിക്കുന്നു. ഞാൻ ബാബയുടെ കുട്ടിയാണെന്ന ശുദ്ധ അഭിമാനത്തോടെ ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു.
ബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. ഞാൻ മന്മനാഭവയുടെയും മധ്യാജീഭവയുടെയും ഡബിൾ മന്ത്രം നേടുന്നു. ഈ പഴയ ലോകത്തിൽ കഴിഞ്ഞുകൊണ്ടും പുരുഷാർത്ഥം ചെയ്ത് സർവഗുണസമ്പന്നരായി മാറണം. പഴയ ശരീരത്തോടും പഴയ ലോകത്തോടും ഹൃദയത്തിൻ്റെ പ്രീതി വയ്ക്കുന്നില്ല. ഞാൻ ഭാഗ്യശാലി ആത്മാവാണ്. ആത്മാഭിമാനിയും പരമാത്മ അഭിമാനിയുമായി കഴിഞ്ഞു. കണക്കെടുപ്പിൻ്റെ സമയത്ത് ഒന്നും ഒളിപ്പിച്ച് വെക്കാതെ ബാബയോട് പറയുന്നു. അവിനാശിയായ സർജന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സംഘദോഷത്തിൽ നിന്നും ദൂരെ മാറി സദാ ബാബയുടെ സമീപതയുടെ ഭാഗ്യം പ്രാപ്തമാക്കുന്ന ഉയർന്ന പദവിയോടെ പാസ്സാകുന്നവരാകുന്നു. ബാബയുടെ സമീപമിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഏതൊരു ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ദൂരെ ഇരിക്കണം. സംഘദോഷത്തിൽ നിന്നും സ്വയം സംരക്ഷിക്കുന്നവർ പദവിയോടെ പാസ്സാകുന്നു. ഫരിസ്തയാകൂ എങ്കിൽ പരിതസ്ഥിതികളിൽ ബാബ സ്വയം ഛത്രഛായയായിരിക്കും. ഓം ശാന്തി.